我们这辈老仔脖子上喜欢挂玉牌，香炉供台上摆，长大才开白黄牌。അവിടെ കേറിയിട്ട് ജയ് മഹിഷ്മതി എന്ന് പറഞ്ഞാൽ ഗൈസ്, അപ്പോൾ നമ്മളിന്ന് ഉള്ളത് ബർജയ ടൈം സ്ക്വയറിലാണ്. നമ്മുടെ ലാസ്റ്റ് എന്താ പറയുക ഡേ ആണ്. അപ്പോൾ നമ്മൾ ഷോപ്പിങ്ങും പിന്നെ ഒരു മോസ്ക് വിസിറ്റൊക്കെയാണ്. റമദാനായതുകൊണ്ട് നമ്മൾ സ്പെഷ്യലായിട്ട് റിക്വസ്റ്റ് ചെയ്തതാണ്. ഒരു മോസ്ക്, ഇവിടെ അടിപൊളി മോസ്കുകളുണ്ട്, നല്ല അടിപൊളി പള്ളികളുണ്ട്. അതും കൂടി കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഇന്നത്തെ പരിപാടി തീർന്നു. ഒരു 4 മണിക്ക് നമ്മൾ എയർപോർട്ടിൽ പോകും. രാത്രി 8 മണിക്കാണ് ഫ്ലൈറ്റ്. അതോടുകൂടി നമ്മുടെ മലേഷ്യൻ ട്രിപ്പ് ഇവിടെ അവസാനിക്കുകയാണ്. മുസ്ലിം പീപ്പിൾ ഉള്ളിൽ പോലാന്ന് എനിക്കാണ്. معنا نهج حياة جئنا تبصرة عن كل ضلال. അപ്പോൾ ഗൈസ്, നമ്മളിപ്പോൾ ഒരുവിധം ഷോപ്പിംഗ്, ഒരുവിധം എന്നല്ല, നമ്മൾ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ മേടിക്കണുള്ളൂ. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇതാ മലേഷ്യയിലെ കോലാലംപൂരിലെ ഏറ്റവും ആദ്യത്തെ പള്ളിയിലേക്കാണ് വന്നിരിക്കുന്നത്. മാഷാ അല്ലാഹ്, നല്ല പള്ളിയാണ്. കുറേ വർഷങ്ങൾക്ക് മുന്നെയാണ് ഈ പള്ളി ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മുടെ കൂടെയുള്ള ഗൈഡ്, ഇപ്പോൾ വന്ന ഗൈഡും മുന്നേ വന്ന തങ്കനും പിന്നെ അതുപോലെ ഇപ്പോൾ വന്ന ഗൈഡ് കലയാണ്. ഗൈഡല്ല, ഡ്രൈവറാണ്. അപ്പോൾ അവരൊക്കെ നമുക്ക് അത്രയും ഇൻഫോർമേഷൻസ് നമുക്ക് തരുന്നുണ്ട്. ഇതിവിടെ നിന്ന് ഈ കോലാലംപൂർ പേര് വരാൻ കാരണം, കോല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 നദികൾ വന്ന് ജോയിൻ ചെയ്യുന്ന ഇതിനെയാണ് കോല എന്ന് മലേഷ്യയിൽ പറയുന്നത്. പിന്നെ ലംപൂർ എന്നുള്ളത് ഒരു കാലത്ത് ഇവിടെ മഴ പെയ്ത് ഫ്ലഡായി, ആ ഫ്ലഡ് വന്ന് എല്ലാം നശിച്ച് നാണകല്ലായിട്ട് ഇരിക്കുമ്പോൾ അവിടുത്തെ ആ ഒരു അങ്ങനെ ആ സിറ്റുവേഷന് പറഞ്ഞ ഒരു പേരാണ് ലംപൂർ എന്നുള്ളത്. അങ്ങനെ കോലാലംപൂറാണ്. 1957 ശേഷമാണ് എന്താ പറയുക ഇങ്ങനൊരു ക്യാപിറ്റൽ സിറ്റി ഉത്ഭവിക്കുന്നതും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതിന് പറഞ്ഞത്. ഫെബ്രുവരി 1, 1957 ഫെബ്രുവരി 1 ക്യാപിറ്റൽ സിറ്റി ആയ കോലാലംപൂർ എന്താ പറയുക ഉത്ഭവിച്ചത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ഇൻഫോർമേഷൻസ് നമുക്ക് തന്നു. ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു എല്ലാം. ഇപ്പോൾ നമ്മളിവിടെ പള്ളിയിലാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഏകദേശം ഇപ്പോൾ ളുഹറിൻ്റെ ടൈമായി. അപ്പോൾ ഞാനും സിദ്ദീഖ് കൂടി നിസ്കരിച്ചിട്ട് ഇറങ്ങാം എന്നൊക്കെ വിചാരിച്ചു. പറയൂ സിദ്ദീഖ്, എന്താണ് ഇന്നത്തെ ഇപ്പോൾ ഇതുവരെ ഉള്ളത്? ഇനിയിപ്പോൾ നമുക്ക് 2-3 മാള് ബാക്കിയുണ്ട്. ഇതുവരെ ഇപ്പോൾ നമ്മൾ 2 സ്പോട്ടിൽ പോയി. അപ്പോൾ എന്താണ് ഇനി പറയാനുള്ളത്? നമ്മൾ നോർമലി ഫസ്റ്റ് മാളിലാണ് പോയത്. അതെ, മാള് കുഴപ്പമില്ല, നോർമൽ മാളാണ്. പക്ഷേ എൻട്രൻസിൽ തന്നെ ചൈനീസിൻ്റെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഒരു വെറൈറ്റി ആയിരുന്നു. പിന്നെ അതിനുശേഷം നമ്മൾ ടൂറിംഗ് കിഡ്സിൻ്റെ ഷോപ്പിൽ കയറി. അതെ, 2CO അല്ലേ? 2CO പ്ലസ്. അതിൽ കയറിയിട്ട് കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്തു. അതിനുശേഷം ഇപ്പോൾ മസ്ജിദിൽ വന്നിട്ടുണ്ട്. കുഴപ്പമില്ല, നല്ല രസമുണ്ട്. ഒരു വെറൈറ്റി ഡിസൈനൊക്കെ ആയിട്ട്. ഇന്നത്തെ ക്യാപ്റ്റൻ അടിപൊളിയാക്കാം. ആള് ഹിസ്റ്ററി കുറച്ച് ഹിസ്റ്ററീസ് കാര്യങ്ങളൊക്കെ പറഞ്ഞു. നൈസാണ്. ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ട് തോന്നി. എന്നാലും നമ്മൾ ടൂലിംഗ് കിറ്റിലൊക്കെ കയറിയിട്ട് അത്യാവശ്യം പർച്ചേസ് ചെയ്തിട്ടുണ്ട്. കുഴപ്പമില്ല. أعددنا بضع رسالات تحمل نورا للأجيال معنا نهج حياة جئنا تبصرة عن كل ضلال أعددنا بضع أشهد أن لا We've been waiting for so long. We've been waiting for this time.
നമ്മളിപ്പോൾ ഉള്ളത് ഹനീഫ ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോറ് ലിറ്റിൽ ഇന്ത്യ എന്ന് പറയാൻ കാരണം ഇവിടെ അധികവും ഇന്ത്യൻ സ്റ്റോഴ്സും കാര്യങ്ങളാണ്. ഒരു ഇന്ത്യൻ സ്ട്രീറ്റ് പോലെയാണ്. നേരത്തെ കണ്ട നമ്മൾ വരുന്ന വഴിക്ക് കുറേ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സിൻ്റെ കുറേ സ്ട്രീറ്റ് കണ്ടു. ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഗോൾഡ് സൂക്ക് മാതിരിയാണ്. ഒരു സൈഡ് മൊത്തം ഗോൾഡാണ്. എൻ്റെ ഈ ബാക്കിൽ നോക്കിക്കഴിഞ്ഞാൽ മൊത്തം ഗോൾഡാണ്. പിന്നെ അതേ കൂടാണ്ട് ചെറിയ ചെറിയ വേറെ ഷോപ്സും ഉണ്ട്. നമ്മൾ മുതൽ ഷോപ്പിങ്ങിനായിട്ട് ഇറങ്ങിയേക്കാണ് ഇന്നത്തെ ഡേ. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. നമ്മളിപ്പോൾ ഇവിടെ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോറിൽ കയറിയിട്ട് നമുക്ക് അത്യാവശ്യം നാട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. ഇവിടുത്തെ മലേഷ്യൻ സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട്. ഇത് ചെറിയ ചെറിയ ഷോപ്സാണ്. ഇവിടെ നമുക്ക് മറ്റേ പർദ, മഫ്ത, ഷാള്, അല്ലാത്ത ഡ്രസ്സുകൾ, മലേഷ്യൻ ഡ്രസ്സുകൾ, അറബിക് ഡ്രസ്സുകൾ, അങ്ങനെ ഒരുപാട് ഡ്രസ്സുകളാണ് നമുക്കിവിടെ ഉള്ളത്. മലേഷ്യൻ ട്രഡീഷണൽ ഡ്രസ്സ് ഒക്കെ ഉണ്ട് ഇവിടെ. Touch the sky, feeling bolder. ഞാൻ കുറച്ച് മലേഷ്യൻ മുറുക്ക് മേടിച്ചിട്ടുണ്ട്. സോയൊക്കെ മിക്സ് ചെയ്തിട്ടുള്ളൊരു മുറുക്കാണ്. പിന്നെ രണ്ടുപേർക്കും സെയിം വെച്ച് മേടിക്കുന്നുണ്ട്. അവരവിടെ കുറച്ച് നേരം ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ മാത്രമേ ഈ സൈഡ് വന്നിട്ടുള്ളൂ. ഇവിടെ നിറച്ചതേപോലെ സ്ട്രീറ്റാണ് തുടങ്ങുകയാണ്. ഇനി റമളാൻ സ്ട്രീറ്റ് വരുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു റോഡ് തന്നെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ചെറിയൊരു സ്ട്രീറ്റ് മൊത്തത്തിൽ ക്ലോസ് ചെയ്തിട്ട് ഒരു റമളാൻ സ്ട്രീറ്റ് എന്ന് പറഞ്ഞിട്ട് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ നോമ്പിന് എല്ലാ ഓഫീസ് അവേഴ്സ് 4 മണി വരെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞ് മെയിൻലി മെജോറിറ്റി ഓഫീസിലുള്ള ആൾക്കാരാണ് വന്നിട്ട് ഇതൊക്കെ വാങ്ങിയിട്ട് പോകുന്നത്. ഓക്കെ, എന്നെ കാത്ത് 3 ആളും ക്ഷീണിച്ച് തളർന്നിരിക്കുകയാണ് ഗൈസ്. പോവാം ഗൈസ്. ഇങ്ങനത്തെ ഒരു സ്പേസ് ആദ്യമായിട്ടാണ് ഞാനൊരു എയർപോർട്ടിൽ കാണുന്നത്. നമുക്ക് നമ്മുടെ നാട്ടിലുണ്ട് തോന്നുന്നു അല്ലേ? ഉണ്ടോ? പക്ഷെ ഇങ്ങനത്തെ ഓപ്പൺ ആയിട്ടുണ്ടാവില്ല. ഇത് ആക്ച്വലി ഇതൊരു സ്മോക്കിംഗ് ഏരിയയാണ്. പക്ഷേ റൺവേ വ്യൂ, ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യണതും ഡിപ്പാർട്ട് ചെയ്യണതൊക്കെ നമുക്ക് അറൈവ് ചെയ്യണതൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ആക്ച്വലി ഈ മലേഷ്യൻ എയർപോർട്ട് എയർ ഏഷ്യയുടെ ഹബ്ബാണ്. ഒരു 90% ഇവിടെ എയർ ഏഷ്യ ഉണ്ടാവുക. അങ്ങനെ നമ്മൾ എയർപോർട്ടിലെത്തി. നമ്മൾ ഫ്ലൈറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. 5:30ക്കാണ് ബോർഡിങ് സ്റ്റാർട്ടാവുക. അത് സ്റ്റാർട്ടായതിനു ശേഷം നമ്മൾ ഉള്ളിലേക്ക് കയറും. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ വ്ളോഗ് അവസാനിക്കുകയാണ്. ഇനി നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ നിന്നായിരിക്കും നോമ്പ് തുറക്കുക. നോമ്പ് തുറന്ന് നമ്മളതിൽ അത്യാവശ്യം ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ അവിടെ നിന്ന് എന്തെങ്കിലും ഉള്ളിൽ നിന്ന് എന്തെങ്കിലും മേടിക്കുന്നുണ്ടെങ്കിൽ മേടിക്കാം. നമ്മുടെ അടുത്ത് അത്യാവശ്യം നമ്മൾ കുറച്ച് ചിലവാക്കിക്കൊണ്ട് നമുക്ക് നമ്മുടെ അടുത്ത് അത്യാവശ്യം ക്യാഷ് ബാക്കിയുണ്ട്. അപ്പോൾ അതിനുള്ളിൽ നിന്ന് എന്തെങ്കിലും മേടിച്ച് കഴിക്കണമെങ്കിൽ കഴിക്കാം. അല്ലെങ്കിൽ ഫ്ലൈറ്റിൽ ഫുഡുണ്ട്. അപ്പോൾ നോമ്പ് തുറക്കുന്ന സമയത്ത് എന്തെങ്കിലും മേടിക്കുന്നുണ്ടെങ്കിൽ മാത്രം. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ വ്ളോഗ്. എനിക്ക് പ്രത്യേകിച്ച് നന്ദി പറയേണ്ടത് പോയി വരാം ടീമിനാണ്. ആസിഫ് ബ്രോനാണ്. ആൾ ലാസ്റ്റ് ടൈമിൽ സീസണിൻ്റെ പീക്ക് ടൈമായിട്ട് കൂടി ലാസ്റ്റ് ടൈമിൽ നമ്മളിങ്ങനെ ഒരു പ്ലാൻ ഇടുകയും ചെയ്തു. ആൾ രാപ്പകലില്ലാണ്ട് ഇതിൻ്റെ പിന്നിൽ നമുക്ക് വേണ്ടി ഹോട്ടൽ ബുക്ക് ചെയ്യാനും, നമ്മൾക്ക് ആദ്യം നമുക്ക് പറഞ്ഞിരുന്ന ഹോട്ടലിലല്ല രണ്ടാമത് കിട്ടിയത് എങ്കിൽ പോലും കുറേ അതിൻ്റെ പിന്നാലെ ശ്രമിച്ച് നമുക്ക് വേണ്ടി ഒരു അടിപൊളി കംഫർട്ട് സ്റ്റേയും നമുക്ക് വേണ്ടിയുള്ള ആക്ടിവിറ്റീസ് കാര്യങ്ങളൊക്കെ ആഡാക്കി എത്രയും നന്നാക്കാൻ പറ്റുമോ അത്രയും നന്നാക്കാൻ വേണ്ടിയിട്ട് ആസിഫ് ബ്രോ ശ്രമിച്ചിട്ടുണ്ട്. ഓൾമോസ്റ്റ് എല്ലാവരും നമ്മൾ എൻജോയ് ചെയ്തിട്ടുണ്ട്. നമുക്ക് എല്ലാം എൻ്റർടൈൻ ചെയ്തിട്ടുണ്ട്. ഒരുപാട് ഞങ്ങൾ എന്താ പറയുക മാക്സിമം നമ്മൾ ഈ ട്രിപ്പിൽ എന്തൊക്കെ നമുക്ക് മാക്സിമം ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്തിട്ടുണ്ട്. ഈവൻ ഐറ്റ്നറിയിൽ ട്രാവൽ ഐറ്റ്നറിയിൽ ഇല്ലാത്ത എക്സ്ട്രാ ആയിട്ട് നമ്മൾ പോയിട്ട് നമ്മൾ സ്വയം എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ മലേഷ്യയുടെ പല ഭാഗങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്. മലേഷ്യയുടെ പല ഭാഗങ്ങളൊന്നുമല്ല, നമ്മൾ അക്കോമഡേറ്റ് ചെയ്ത ആ സിറ്റിയുടെ പല ഭാഗങ്ങളും പല സ്ഥലത്ത് പോയി അവിടെ പോയി എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി. ഓരോരോ കൾച്ചേഴ്സ് കാണാൻ പറ്റി. കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. ഒരു നാടിൻ്റെ ഹിസ്റ്ററി എന്താണെന്നുള്ളതൊക്കെ നമുക്കറിയാൻ പറ്റി. അപ്പോൾ അത്രേ ഉള്ളൂ. സ്പെഷ്യൽ താങ്ക്സ് ടു പോയി വരാം. താങ്ക് യു ആസിഫ് ബ്രോ. അപ്പോൾ ഇനിയും ആസിഫ് ബ്രോയുടെ കൂടെ പരിപാടികൾ നമ്മൾക്ക് പ്ലാൻ ചെയ്യണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മളെ ടീം ഇവിടെ ഓൾമോസ്റ്റ് ടയേർഡുമാണ്. എന്നാൽ ഫ്ലൈറ്റ് കയറാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ബോർഡിങ് എടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ.
എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടും. ലോങ് വീഡിയോ ആണ്, ലോങ് വ്ലോഗാണ്. നമ്മൾ പാട്ടാക്കിയിട്ടാണ് ഇട്ടിട്ട് പോലും അത്യാവശ്യം ലോങ് ഉണ്ട്. കാരണം അത്രയും കാര്യങ്ങൾ നമുക്ക് ക്യാപ്ചർ ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അത്രയും ക്യാപ്ചർ ചെയ്തു. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ താങ്ക് യു, കീപ് സപ്പോർട്ടിങ്. അപ്പോൾ ബൈ ബൈ, പോയി വരാം.